പഴമയെ നെഞ്ചോട് ചേർത്ത് പഴയ ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന ഒരു നാടുണ്ട് മലപ്പുറം ജില്ലയിൽ. നോമ്പുകാലത്ത് ബാങ്കുവിളി സമയം ഇപ്പോഴും കദിന വെടിയൊച്ചയിൽ കേട്ട് നോമ്പ് തുറക്കുകയാണ് ഈ ഗ്രാമം. മലപ്പുറം വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഇന്നും കദിന വെടി പൊട്ടിക്കുന്നത്. നോമ്പ് തുറക്കാനുള്ള സമയമായോ എന്നറിയാൻ മലപ്പുറത്തെ വാഴക്കാടുകാർ ഉച്ചത്തിലുള്ള ആ ശബ്ദത്തിനായി കാതുകൂർപ്പിച്ചിരിക്കും. വലിയ ജുമാഅത്ത് പള്ളിയിലെ കദിന പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാൻ. കാലം ഏറെ മാറിയെങ്കിലും സാങ്കേതിക വിദ്യകൾ ഏറെയുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പുള്ള ശീലം ഇന്നും ഈ നാട് പിന്തുടരുന്നു. അത്താഴത്തിന് മുൻപ് പുലർച്ചെ വാങ്ക് വിളിക്കുമ്പോഴും നോമ്പ് തുറക്കും മുമ്പ് മഗ്രിബ് വാങ്ക് വിളിക്കുമ്പോഴും കദിനവെടി പൊട്ടിച്ചായിരുന്നു പ്രദേശവാസികൾ പണ്ട് കാലത്ത് അറിഞ്ഞിരുന്നത്. അന്ന് പള്ളികൾ കുറവായിരുന്നു. അതുകൊണ്ടുതന്നെ കദിനവെടി കേൾക്കാനായി വിശ്വാസികൾ കാത്തിരിക്കും. കാലം ഏറെ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ. നമ്മുടെ നാട്ടിൽ തന്നെ വെച്ചാൽ പല പള്ളിയിലും പല സമയങ്ങളിലാണ് ബാങ്ക്. അപ്പോൾ വാഴക്കാട് വലിയ പള്ളിയിൽ എന്താ വെച്ചാൽ 2 സെക്കൻഡ് മുന്നിലാണ് വെടിവെട്ടല്, ബാങ്ക് കൊടുക്കല്, നോമ്പിന് മാത്രം. എന്താ വെച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോകണ്ടെന്നുള്ളൊരു ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാലി കണ്ണിയത്ത് ഉസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. പല ആളുകളും പല ബാങ്കിലും ആയതുകൊണ്ട് ചിലവർക്ക് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ വെടി കാത്തിക്കുന്ന ആളുകൾ പലരുണ്ട്. എത്രമാത്രം കദിനയിൽ കളിമണ്ണ് അടിച്ചു നിറയ്ക്കുന്നുവോ അത്രയും ശബ്ദവും കൂടും. ചുരുങ്ങിയത് 100 തവണയെങ്കിലും ഒരു കദിനയിൽ കളിമണ്ണ് അടിച്ചു നിറയ്ക്കും. 8 കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാം. ഇവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചര്യ തുടരുകയും ഇന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസര ഭാഗത്തുള്ള ആളുകൾ അവരൊന്നും ആ നാടുകളിലുള്ള പള്ളിയിലെ ബാങ്കിനെ പ്രതീക്ഷിക്കുന്ന അപ്പുറം വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഈ പൊട്ടുന്ന വെടിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർക്ക് നോമ്പ് തുറക്കാറുള്ളത്. ഇപ്പോഴും 41 വർഷമായി വാഴക്കാട് സ്വദേശി MC അബ്ദുള്ളയാണ് പള്ളിയിൽ കദിന വെടി പൊട്ടിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, നോമ്പ് തുറക്കാൻ വേണ്ടി കദിനയുടെ ഒച്ചയും കാത്തിരിക്കുന്ന വാഴക്കാട്ടെ ആളുകൾ, അവർക്കിപ്പോൾ ക്ലോക്ക് ഇല്ലാഞ്ഞിട്ടല്ല, സമയം നോക്കാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ പഴമയുടെ അതേ രീതിയിൽ തനതായി തന്നെ ചെയ്താലേ നമുക്കും ചെയ്തു എന്നൊരു സംതൃപ്തി തോന്നുകയുള്ളൂ. അതേ മനസ്സ് തന്നെയാണല്ലേ വാഴക്കാട്ടെ ആളുകൾക്കും? അതെ, ഇമാ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒക്കെ കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. അത് നമ്മൾ ഇങ്ങനെ കാലത്തിനും അതീതമായി സൂക്ഷിച്ചു വരുന്നവരാണ്. ഇപ്പോൾ വാങ്കുവിളിയുടെ സമയം നോക്കി സന്ധ്യാദീപം തെളിക്കുന്ന നാടാണ് നമ്മളേതെന്ന് പറയും. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പഴമയുടെ, പൗരാണികതയുടെ, പൈതൃകത്തിൻ്റെ ഒക്കെ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്ന ഒരു കാഴ്ചയാണ് വാഴക്കാട് നിന്ന് നമ്മൾ കാണുന്നത്. വാഴക്കാട് ഗ്രാമത്തിൻ്റെ തന്നെ പറയാനുള്ള കഥയാണ് വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിലെ ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് പുലർച്ചെയുള്ള സുബൈ നോമ്പിനും വൈകിട്ടുള്ള മഗ്രിബ് വാങ്കുവിളിക്കും മുമ്പാണ് ഇത്തരത്തിൽ കദിന പൊട്ടിക്കുന്നത്. നോമ്പിൻ്റെ തുടക്കവും നോമ്പിൻ്റെ അവസാനവും വിളംബരം ചെയ്യുന്നതിനായാണ് ഈ കദിന എന്ന ആ ഒരു സംവിധാനം അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആചാരങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ ആധുനികതയുടെ വരവോടുകൂടി പല ടെക്നോളജി കൂടെ നമ്മൾ ഈ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിർത്തി പോവുക അത് കാലത്തിൻ്റെ കൂടി അനിവാര്യതയാണ്. ആ ഗൃഹാതുരത്വം നിലനിൽക്കുന്നതാണ്. ഈ ബന്ധങ്ങൾ ഉൾപ്പെടെ ഇത് പറഞ്ഞുകൊണ്ടുണ്ടാകുന്ന ആ അടുപ്പം സൂക്ഷിക്കലൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കാലഘട്ടം ഞങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ട്, നിങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് പറയുന്നതിനൊരു പ്രസക്തി ഉണ്ടല്ലോ. നമ്മുടെ പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കാലങ്ങളിൽ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു തലമുറയിൽ അന്നും ഇന്നും ഒരുപോലെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ പ്രസക്തി. മഗ്രിബിനും സുബൈക്കും ഈ വെടിയൊച്ച കേട്ട്, കദിനയുടെ വെടിയൊച്ച കേട്ടുകൊണ്ട് ഒരു വിളംബരം തന്നെ നടത്തി നോമ്പ് തുറക്കുന്ന ഒരു കൂട്ടം ആളുകൾ വാഴക്കാട് ഗ്രാമത്തിന് പറയാനുള്ള കഥയാണ്. നമുക്ക് കേൾക്കുമ്പോഴും ഒരു സന്തോഷമൊക്കെ തോന്നുന്ന, പോസിറ്റീവ് ഫീൽ നൽകുന്ന ഒരു വാർത്ത തന്നെ അല്ലേ ഹിമ? തീർച്ചയായിട്ടും അരുൺ പറഞ്ഞതുപോലെ തന്നെ സാങ്കേതികവിദ്യയൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ പിറകെ ഒന്നും പോകാതെ ആ പഴമ അതേപടി കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യര്. എന്തായാലും നല്ലൊരു കാഴ്ച.